എനിക്കൊക്കെ 28-30 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങൾ 5 പേരും സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 5 പേർക്കും 5 രീതിയിൽ വളരാൻ സാധിച്ചു. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യും. അതിൽ ABC ഒക്കെ വരും, അത് നോക്കണ്ട, പക്ഷേ എല്ലാവരും ഹാപ്പിയാണ്. ബിസിനസ്സിൽ കുറച്ച് കാലം നോക്കാം. ഒരു കൊല്ലം കഴിഞ്ഞ് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് വാശി പിടിച്ച് ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യാമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ വളരെ അത്ഭുതം എന്ന് പറയുന്ന രീതിയിൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു. ഞാൻ ഇരിക്കുമ്പോൾ എന്ത് സെയിലുണ്ടായിരുന്നു 4 ഇരട്ടി 5 ഇരട്ടി ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ മാറ്റം വന്നു. ഞങ്ങളിന്ന് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിജയവും ശക്തി ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിൽ കഴിവുള്ളവർ എന്നെക്കാട്ടിലും എത്രയോ കഴിവുള്ളവർ ലോകത്തില്ലേ. കഴിവും ഉയർച്ചയും രണ്ടാണ് വാസ്തവത്തിൽ. ചിലവരൊക്കെ അവരൊക്കെ ഒരു ജാതി വേഷമിട്ടിട്ട ഇൻ്റർവ്യൂവിന് വരിക, തലമുടിയൊക്കെ വളർത്തി ഹിപ്പിയായി ഒരു ഇപ്പോൾ മുട്ടും കിട്ടൊക്കെ കീറിയ ജീൻസ് ഞങ്ങൾ വിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ആയിരത്തി 1972 21ാമത്തെ വയസ്സിൽ തൃശ്ശൂർ റൗണ്ടിൽ 430 ചതുരശ്ര അടിയുള്ള ഒരു കൊച്ച് തുണിക്കടയിൽ നിന്ന് ബിസിനസ് തുടങ്ങിയ, ടെക്സ്റ്റൈൽ ബിസിനസ് രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ഒരു ബിസിനസ്സുകാരൻ, കല്യാൺ സിൽക്സിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ. ഇന്ന് കേരളം, തമിഴ്നാട്, കർണാടക, UAE, ഒമാൻ എന്നിവിടങ്ങളിലെല്ലാം തന്നെ കല്യാൺ സിൽക്സ് ഉണ്ട്. ഹൈപ്പർ മാർക്കറ്റ് രംഗത്തും കല്യാൺസ് ചുവടുറപ്പിച്ചു കഴിഞ്ഞു. കാലത്തിനൊത്ത് എന്നും ചുവട് വയ്ക്കുന്ന അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം, ധനം ടൈറ്റൻ ഷോയിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളത്തിലെ ആദ്യത്തെ തുണിമില്ല് സീതാറാം മില്ല് താങ്കളുടെ കുടുംബ ഇതായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ റീറ്റെയിൽ രംഗത്തേക്ക്, അതായത് ഷോറൂം, കട, അതിൻ്റെയൊക്കെ തലപ്പത്തേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ 21 വയസ്സിൽ ബിസിനസ്സിൽ വന്നു. വരുമ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, നീ ആ കടയിൽ പോയിരുന്നത് നന്നാക്കി എടുക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. നോക്കുമ്പോൾ ഷട്ടറും കൂടിയില്ല, നിരപ്പലക, ചെറിയൊരു ഷോറൂം, കണ്ണ് കാണാനുള്ള ലൈറ്റേ ഉള്ളൂ. ഇതൊക്കെയാണ് അവിടെ. അന്നും തൃശ്ശൂർ അറിയപ്പെടുന്ന വലിയ കടകളുണ്ട് ഇവിടെ. എല്ലാം അങ്ങനെയാണെങ്കിൽ സാരില്ല. അന്ന് 30,000-40,000 സ്ക്വയർ ഫീറ്റിൽ 3-4 കടകൾ തൃശ്ശൂരുണ്ട്. അന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടെക്സ്റ്റൈൽ റീറ്റെയിൽ ഉണ്ടായിരുന്നത് തൃശ്ശൂരാണ്. വളരെ ഹെൽത്തി കോമ്പറ്റീഷനുമായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എനിക്ക് അവിടെ പോയി ഇരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഞാനത് ആലോചിച്ചത് 1-2 പ്രാവശ്യം വീട്ടിൽ പറഞ്ഞു, ഞാനിത് എനിക്ക് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു നോക്കി ഞാൻ. പക്ഷേ അത് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, ഒരു കൊല്ലം നോക്ക്, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ അന്ന് നമുക്കൊരു ഗ്രാജുവേഷനൊക്കെ ഉള്ളവരും ജസ്റ്റ് ഒരു ബാങ്കിലൊരു ക്ലർക്കിൻ്റെ ജോലി വേണമെങ്കിൽ കിട്ടുമായിരുന്നു. അപ്പോൾ വീട്ടുകാരുടെ സ്റ്റാറ്റസിന് ജോലി പോരാ, എന്നാൽ അതിലും കൂടുതൽ വലിയൊരു ജോലി കിട്ടാനുള്ള ശക്തി എനിക്കില്ല. അപ്പോൾ അങ്ങനെയാണെന്ന ബിസിനസ്സിൽ കുറച്ച് കാലം നോക്കാം. ഒരു കൊല്ലം കഴിഞ്ഞ് ഫെയിലിയർ ആവുകയാണെങ്കിൽ നമുക്ക് വാശി പിടിച്ച് ഇവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി ജോലി ചെയ്യാമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ വളരെ അത്ഭുതം എന്ന് പറയുന്ന രീതിയിൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു. ഞാൻ ഇരിക്കുമ്പോൾ എന്ത് സെയിലുണ്ടായിരുന്നു 4 ഇരട്ടി 5 ഇരട്ടി ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ മാറ്റം വന്നു. എന്നുവെച്ചാൽ നമുക്കൊരു പേഴ്സണൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോക്കി നമ്മൾ ഓരോ പ്രോഡക്റ്റും നമ്മൾ തന്നെ വാങ്ങും, സെലക്ട് ചെയ്ത് മേടിക്കും. പിന്നെ ഓരോ കസ്റ്റമറും പേഴ്സണലായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യും. അങ്ങനെ അവരുടെയും കൂടി ഒരു വലിയൊരു സപ്പോർട്ടോട് കൂടിയിട്ട് പിന്നെ ഞാൻ ആ കസേരയിൽ ഇരുന്നിട്ട് എനിക്ക് ലൈഫിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ മാത്രമല്ല, എല്ലാവരും ഈ ഫെയിലിയർ വന്ന കാലത്ത് എങ്ങനെയാണ് നിങ്ങളതിന് ഫേസ് ചെയ്ത് ചോദിക്കും. പരമാർത്ഥം പറഞ്ഞാൽ അങ്ങനെ ഒരു ഫെയിലിയർ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഞാൻ വളരെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കം വളരെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പോഴത്തെ തലമുറന്മാർ ധാരാളം വായ്പ മേടിക്കാനും ഓവർ സ്പെൻഡ് ചെയ്യാനും ഒന്നും ആഗ്രഹിക്കാറില്ല. എപ്പോഴും ബിസിനസ് വിഷനാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം, നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ എനിക്ക് അന്നും ഇന്നും കാര്യമായിട്ടില്ല. ഇപ്പോൾ കാണുന്ന ഈ ഓഫീസോ വലിയ കാറുകളൊക്കെയോ മക്കളുടെയും പേരക്കുട്ടികളുടെ ആഗ്രഹത്തിന് വാങ്ങണതാണ്. എനിക്കൊരു 4 ചക്രമുള്ളൊരു കാറ് കിട്ടിയ ധാരാളമായി. എനിക്കൊരു ഓർമ്മയുള്ള ഒരു പരസ്യമുണ്ട്. താങ്കളിങ്ങനെ യാത്ര ചെയ്തിട്ട് പട്ടിൻ്റെ നെയ്ത്ത് ഗ്രാമങ്ങളിലൂടെ നടക്കുന്ന ഒരു ആ പരസ്യത്തിലൂടെ ഒരു പട്ടാഭിരാമൻ ടച്ച് തന്നെ കൊണ്ടുവന്നു. ഈ ബ്രാൻഡിങ്ങിലും ഈ മാർക്കറ്റിങ്ങിലും ഒക്കെ അഡ്വർടൈസിങ്ങിലൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിരുന്നു. അതിനകത്തുള്ളൊരു ഫിലോസഫി എന്താ? അതല്ല, ഇപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ ആഡ് ഏജൻസീനെ
എൻ്റെ കൂടെയുള്ള ആഡ് ഏജൻസിയൊക്കെ 10-20 കൊല്ലമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്കും നമ്മുടെ ഹിസ്റ്ററി അറിയാം, എന്താണെന്ന് അറിയാം. അപ്പോൾ ഇത് ആ ആഡ് എടുത്തത് FCB വിളിക്കുകയാണ് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു സാറിന് മാത്രം തന്നെ അത് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നാച്ചുറലി ഇത് ഇത്രയധികം ട്രാവൽ ചെയ്ത് പർച്ചേസ് ചെയ്യുന്ന വ്യക്തി വേറെ ആൾക്ക് ഇത് കോപ്പി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു ഓണർഷിപ്പാണ്. അത് നമുക്കതിൽ വേണമെന്നൊരു നിർബന്ധം പറഞ്ഞപ്പോൾ 1-2 പ്രാവശ്യം ഒഴിവാക്കിയതായിരുന്നു. പിന്നെ അതിന് അത് വന്നേ പിന്നെ ഇന്നും ഏറ്റവും കൂടുതൽ റെസ്പോൺസും എവിടെ എന്നെ വെച്ച് കണ്ടാലും ആ പരസ്യത്തിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുക. അപ്പം ബിക്കോസ് അതിനൊരു ജെനുവിൻനെസ് ഉണ്ടെന്നർത്ഥം. അപ്പോൾ ഈ പർച്ചേസ് ചെയ്യാനുള്ള യാത്രകളില്ലേ, അത് ഏത് കാലഘട്ടം തുടങ്ങിയതാ? നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു തൊഴിലാവുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാനോ സമയം ചെലവ് ചെയ്യാനോ ഒന്നും നമുക്കൊരു വിഷമം തോന്നില്ല. ബിക്കോസ് എവറി മിനിറ്റ് എവറി സെക്കൻഡ് വി ആർ എൻജോയിങ്. ബിക്കോസ് നമുക്ക് ഇഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ പിന്നെ ഡീപ്പ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടും. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി എപ്പോഴും അങ്ങനെ ഈ മിഡിൽ മാൻ ഒഴിവാക്കിയത് കൊണ്ടാണല്ലോ കല്യാണം ഇത്രയും വളർന്നത്. ഈ എവിടെയാണോ അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഈ വീവേഴ്സ് എന്ന് പറയുമ്പോൾ അവരെ നല്ല രീതിയിൽ അവരുടെ ഇൻകം വളരെ അധികം വർദ്ധിച്ചു, കോൺഫിഡൻസ് കിട്ടി അവർക്ക്. നമുക്കപ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടി. പിന്നെ കല്യാണം പൃഥ്വിരാജിനെ ബ്രാൻഡ് അംബാസഡറാക്കി. ആ ഒരു തീരുമാനം എത്രമാത്രം നമ്മുടെ ബ്രാൻഡിനെ ഒരു പൃഥ്വിരാജ് ഇപ്പം ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് 12 കൊല്ലമായിട്ടുണ്ടാവണം. ഈ 12 കൊല്ലം എന്ന് പറയുമ്പോൾ പിന്നെ കല്യാണം വളരെ 100 കൊല്ലത്തെ പഴക്കമുള്ള ഒരു ബ്രാൻഡാകുമ്പോൾ ഈ യങ്ങർ ജനറേഷന് ഇപ്പോഴും ഒരു തോന്നൽ വരും ഇതൊരു പഴയ ഒരു ഓൾഡാണെന്നുള്ള രീതിയിൽ. അതിനൊരു മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അന്ന് പൃഥ്വിരാജിന് 12 കൊല്ലം എന്ന് ആലോചിച്ച് നോക്കൂ. ഹി വാസ് ടു യങ്. അന്നത്തെ രീതിയിലാണ് അതിന് ആ ഒരു ക്യാമ്പയിൻ അങ്ങനെ കൊണ്ടുവരാനും ഞങ്ങളുടെ എക്സ്പീരിയൻസും കൊണ്ട് ഞങ്ങൾ പ്രായം തന്നാലും വി ആർ സ്റ്റിൽ യങ് എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൃഥ്വിരാജിനെ കൊണ്ടുവന്നത്. അത് വളരെയധികം സൂപ്പർ ക്ലിക്കായി. പിന്നെ ഈ ബിസിനസ്സിൽ തലമുറ മാറുമ്പോൾ ഈ പ്രായം അവിടെ തട്ടില്ല. ഇപ്പോൾ എന്താ വെച്ചാൽ മുത്തച്ഛൻ ചെയ്തു, ഇപ്പോൾ അച്ഛൻ ചെയ്തു, ഞാൻ ചെയ്തു, ഇപ്പോൾ മക്കളാണ് ഡിസൈനും കാര്യങ്ങൾക്കൊക്കെ പോണത്. അപ്പോൾ അവരുടെ ടേസ്റ്റിലേക്ക് മാറും. സമയാസമയത്തിന് കസേര ഒഴിഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാവും വേണം. ഞാൻ ഓഫീസിൽ വരും കാര്യങ്ങളൊക്കെ നോക്കും. ഇപ്പോൾ പർച്ചേസ് കാര്യങ്ങളൊന്നും ഞാൻ കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഇല്ല. എന്നാലും ഷോറൂമൊക്കെ നടന്നു നോക്കുമ്പോൾ എനിക്ക് സംശയമുള്ളവരോട് ഞാൻ പറയും ഈ സെക്ഷനൊന്നും ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. അത്ര തന്നെ വേണ്ടു. അങ്ങനെ അവർ എക്സ്പീരിയൻസ്ഡ് ആവുമല്ലോ. പക്ഷേ ആ യുവത്വം ഇപ്പോൾ ഫാസിയോ കൊണ്ടുവന്നു. ഈ തീരുമാനം വർഷങ്ങൾക്ക് മുമ്പ് അല്ല, കൂട്ടായിട്ടുള്ളൊരു ചിന്തയാണല്ലോ. അപ്പോൾ ഞാനുണ്ട്, 2 മക്കളുണ്ട്, മരുമക്കളും ഫുൾ ടൈം ബിസിനസ്സിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാവുമ്പോൾ ഒരു ഡിസ്കഷൻ. ഞങ്ങൾ ആവുന്നതും ഒരു 365 ദിവസം ഒരു 200 ടൂറുകൾ ധാരാളം പോകണ കാരണം, അല്ലെങ്കിൽ ഒരു 10-200 ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ ഒരുമിച്ചാണ് ലഞ്ചൊക്കെ കഴിക്കുക. അപ്പോൾ ലഞ്ചിൽ തന്നെ ചർച്ച വരും, അത് കഴിഞ്ഞിട്ട് ചർച്ച വരും. അപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ടുള്ളൊരു തീരുമാനങ്ങളാണ് അതൊക്കെ. ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പോൾ ഭയങ്കര ശക്തമാണ്. അപ്പോൾ ചെറിയൊരു കാര്യം മതി അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിടുക, അത് ഭയങ്കര വിവാദമാക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കല്യാണം എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ പ്രതിച്ഛായ പണ്ടത്തെക്കാളും നന്നായിട്ട് ഇപ്പോൾ സൂക്ഷിക്കണം. എന്നാൽ ചെറിയ കാര്യം മതി ആൾക്കാരാക്കിയത്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, പ്രതിച്ഛായ മോശമാകാതെ നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? അല്ല, അതിൽ 2 കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിനിടയിൽ കല്യാൺ സിൽക്കിനെയും കല്യാണിനെയും അറിയാത്തവരാരും ഉണ്ടാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലത്തെ, ബാംഗ്ലൂർ 2 ഷോറൂമുണ്ട്, UAE പോവാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ വ്യക്തിപരമായിട്ട് എന്താണ് ഇവരുടെ സിസ്റ്റം, എന്താണ് അവരുടെ പ്രോഡക്റ്റ്, എന്താണോ എല്ലാം അറിയുന്നവരാണ്. അപ്പോൾ 1-2 സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വന്നതുകൊണ്ട് നമുക്ക് എഫക്റ്റ് ആവില്ല, നമ്മളത് മൈൻഡ് ചെയ്യാറുമില്ല. കാരണം ഏതൊരു അഡ്വർടൈസേഴ്സും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, സ്വാഭാവികമായിട്ട് ആർക്കും പരസ്യം കൊടുത്തില്ലെങ്കിൽ ആരോടും ശത്രുതയില്ല. പരസ്യം നമ്മൾ കൊടുക്കുമ്പോൾ കൊടുക്കാത്തവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമുക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലായാലും വരുമില്ല, ഇലക്ട്രോണിക് മീഡിയയിലായാലും വരുമില്ല, പ്രിൻ്റ് മീഡിയയിലായാലും വിരോധമില്ല, മാഗസിൻസ് ആയാലും വരുമില്ല. അതിപ്രസരാണ് ഇവിടെ. അപ്പോൾ ഇവരെല്ലാവരെയും തൃപ്തിപ്പെടുത്തൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടല്ല 1-2 പേരെ നമുക്ക് സഹകരിക്കാൻ പറ്റാത്തവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിടും. പക്ഷെ അങ്ങനെ വരാതിരിക്കാൻ പരമാവധി നമ്മൾ നോക്കും. സാധാരണഗതിയിൽ വരില്ല.
അത് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ സാധിക്കും. പിന്നെ ആരെങ്കിലും പർപ്പസായിട്ട് വന്നാൽ നിർത്തിയില്ല. പിന്നെ എന്തെല്ലാം പറഞ്ഞാലും എന്നും കാർ ഓടിച്ച് പോകുന്നവന് ഒരിക്കൽ ആക്സിഡൻറ്റ് വരുന്നുണ്ട്. ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റും ഏതോ ചിലപ്പോൾ ഒരു രോഗി മരിച്ചേക്കാം. അതേമാതിരി തുണിയുടെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രോബ്ലം വന്നേക്കാം. വന്നു കഴിഞ്ഞാൽ ജെനുവിനാണെങ്കിൽ ഞങ്ങളതിന് തീർച്ചയായിട്ടും ആൻസർ ചെയ്യുക. അപ്പോൾ അത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. നേരെ മറിച്ച് അവിടെ നിന്നും ഇവിടെ നിന്ന് കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ പറയും ഈ ബ്രാൻഡ് ശരിയല്ല എന്നൊരു തോന്നൽ വരും. കല്യാൺ സിൽക്സിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലോട്ടൊക്കെ ഈ പ്രൊഫഷണൽസിനെയൊക്കെ നിയമിക്കുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറ്, എന്താ നോക്കാറ്? അതിൽ പ്രൊഫഷണൽസിന് സത്യം പറഞ്ഞാൽ ഈ ട്രേഡിങ് ബിസിനസ്സിൽ പഠിപ്പ് ആവശ്യമാണെങ്കിലും അതുകൊണ്ട് ഒന്നും ആവില്ല. അവരിവിടെ വന്ന് കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ വിജയിക്കുള്ളൂ. എൻ്റെ കടയെ സംബന്ധിച്ചുള്ള എല്ലാ മാനേജേഴ്സും അവർ എഡ്യൂക്കേഷനേയും കാട്ടിൽ കൂടുതൽ ഇവിടെ സർവീസിൻ്റെ മുകളിൽ അവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് മാത്രമേ അറിയുള്ളൂ എന്താണ്. ആദ്യം തന്നെ അവർക്ക് ഞാൻ ആരാണെന്ന് അറിയണം, എൻ്റെ മക്കളാരാണെന്ന് അറിയണം, കല്യാൺ സിൽക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്താണെന്ന് അറിയണം, നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയണം, നമ്മുടെ പ്രൈസിങ് എങ്ങനെയാണെന്ന് അറിയണം. ഇതൊന്നും ഒരു പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഇന്നത്തെ ചെറുപ്പക്കാർ പഠിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ തന്നെ അവർ നല്ലൊരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വർക്ക് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യണം എന്നുള്ള രീതിയിലല്ല വരുന്നത്. അവരാദ്യത്തെ ചോദ്യം എൻ്റെ ഡെസിഗ്നേഷൻ എന്ന് ചോദിക്കുക. അതുകൊണ്ട് വലിയ വലിയ ബാങ്കായി തന്നെ നോക്കിയിട്ട് വൈസ് ചെയർമാൻ, വൈസ് പ്രസിഡന്റ് എന്നുള്ള കാർഡും കൊണ്ടാണ് വരിക. ഞാൻ അവരെ എന്നെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരു കൊല്ലം നിൽക്കില്ല അവർ. അപ്പോൾ കുറച്ച് കാലം നിൽക്കുന്നവർക്ക് മാത്രമേ ഇതറിയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ ആയിരിക്കും ഞങ്ങൾ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരും, ഉയരങ്ങളിലോട്ട് കൊണ്ടുവരും. അതെ. IT സെക്ഷനും മറ്റേതൊക്കെ ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ്ലി അതിൻ്റെ എഫിഷ്യൻ്റായിട്ട് പഠിച്ചിട്ടുള്ളവർ വയ്ക്കാന്നല്ലാണ്ട് ഇത് ഫീൽഡ് അറിയുന്നേ വേണം. അത് താഴെ തട്ടിന്ന് കണ്ടും അറിഞ്ഞും അത് ഞാൻ പറഞ്ഞാലും ഓരോ ഇത്ര വില കൂടിയ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാതുമ്പോൾ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? ടേസ്റ്റ് എങ്ങനെയാണ് വരിക? ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ അറിയണം. ഞങ്ങളുടെയൊക്കെ എന്തെങ്കിലും ഒരു വിജയം എന്ന് പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലാണ്. മനസ്സിലായ? അല്ലാണ്ട് വെറുതെ കൂടുതൽ കോളേജ് വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിച്ചത് കൊണ്ടോ ചെയ്യാവുന്ന ഒരു ട്രേഡല്ല. എക്സ്പെഷ്യലി കേരളത്തിൽ ഇവിടെ ഗ്രാസ് റൂട്ട് ലെവലിൽ അറിയണം. ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാവും. ഉദ്യോഗസ്ഥന്മാരൊക്കെ ആരെങ്കിലുമൊക്കെ പറയും അവരെ മൈൻഡ് ചെയ്യണ്ടെന്ന് പറയും. അവരെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അവർ ഉപദ്രവിക്കും. രാഷ്ട്രീയക്കാരുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നിൽക്കാനും നടക്കാനും ഒക്കെ പഠിക്കണം. ഓക്കെ. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തന്നെ നമ്മളെ റിസീവ് ചെയ്യുന്നത് അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരനാവാം. നമ്മൾ ചെല്ലുമ്പോൾ വണ്ടി വർക്ക് ചെയ്യണ തുടങ്ങി അങ്ങേര് ഇത്തിരി മുരടനായി തന്നെ വന്നയാളുടെ മനസ്സും എടുക്കും. അതേപോലെ തന്നെ കയറി ചെല്ലുമ്പോൾ അവിടെ ഉള്ള ആ സെയിൽസ് സ്റ്റാഫിൻ്റെ പെരുമാറ്റം, ഇതൊന്നും നമ്മൾക്ക് ഒരാൾക്ക് ചെന്നുകൊണ്ട് അവരെ നേരേക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു കൾച്ചറുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് ഇന്ന സ്ഥാപനത്തിലാണ്, എൻ്റെ സ്ഥാപനത്തിൻ്റെ കൾച്ചർ ഇതാണ്, എന്നോട് എങ്ങനെ പെരുമാറാൻ പറ്റൂ, ഇതാണ്. അപ്പോൾ ആ ഒരു കൾച്ചർ, സംസ്കാരം എങ്ങനെയാണ് ഓരോ ജീവനക്കാരനിലും ഇങ്ങനെ വളർത്തിയെടുത്തത്? എങ്ങനെയാണ് അത്? വളരെ സിമ്പിളാണ്. എൻ്റെ മക്കളും എൻ്റെ മാനേജേഴ്സും ഇഷ്ടപ്പെടണം, മരുമക്കൾ ഇഷ്ടപ്പെടണം. ഈ ഇഷ്ടപ്പെടൽ അഭിനയിച്ചിട്ട് കിട്ടില്ലല്ലോ. 1-2 ദിവസം കൂടെ അല്ലേ. എന്നെ കണ്ട് എൻ്റെ ക്യാരക്ടർ തൃപ്തിയാവണമെങ്കിൽ കളങ്കമില്ലാത്ത പരമാവധി ഉള്ളൊരു ക്യാരക്ടർ അത് മാനേജേഴ്സും കാണാണ്. അപ്പോൾ മാനേജേഴ്സ് ചെയ്യുന്ന ഇൻവോൾവ്മെൻറ്റ് കാണുമ്പോൾ തൊട്ട സബോർഡിനേറ്റ്സ് അതേ രീതിയിലേക്ക് മാറും. ഇവരിങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത ആളങ്ങനെ മാറും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരാൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ ഇവരായിട്ട് അവർ അഡ്വൈസ് ചെയ്യും. നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഇരട്ടി ബലമാണ് അതങ്ങനെ. അതെ, അത് വെറുതെ കിട്ടുന്നതല്ല. നമ്മളവരെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കേരളത്തിലെ എല്ലാ ഷോറൂമിലും ഫുഡ് ഫ്രീ കൊടുക്കുന്നുണ്ട് അവർക്ക്. ഭക്ഷണം, ലഞ്ചും ഡിന്നറും ഫ്രീ ആണ്, സ്നാക്സും ഉണ്ട്. അതിപ്പോൾ അതിൻ്റെ പേരിൽ സാലറി കുറയ്ക്കാൻ പിടിക്കാവുന്നതല്ല. അത് നമ്മുടെ ഒരു വക കൊടുക്കുകയാണ്. കാരണം ഇവരൊക്കെ പല ഭാഗത്തു നിന്ന് വരുന്നവരാണ്. അത് ഭക്ഷണം കൊണ്ടുവരാൻ സമയം ഉണ്ടാവില്ല. കാലത്ത് 9 മണിക്ക് ഇത് കൊണ്ടുവച്ചിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് കഴിക്കുമ്പോൾ ഒന്നിനും പറ്റാണ്ട് വരും. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നമ്മുടെ ഒരു സർവീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം. എല്ലാ സ്റ്റാഫിനും ESCയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവരുടെ ഹെൽത്തും ടേക്ക് കെയറായി. യൂണിഫോം നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ഫുള്ളി എയർ കണ്ടീഷൻഡാണ്. ഹോസ്റ്റലൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്
പെയ്ഡ് ഹോസ്റ്റലിൽ 10 ഇരട്ടി നല്ല ഹോസ്റ്റലുണ്ട് എല്ലാം. അങ്ങനെ പരമാവധി നമ്മൾ ചെയ്യും. അതേമാതിരി തന്നെ ഇപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ ഇത്രയും സ്റ്റാഫിൽ ഒരാളെങ്കിലും ഞാൻ പിരിച്ചു വിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയാലും അത് നോക്കട്ടെ, ഒരു മാസം കൂടി നോക്കാം, ഒരു മാസം കൂടി, ആരെയും പിരിച്ചു വിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാവരും ഫുൾ സാലറി കൊടുക്കുകയും ചെയ്യും. അതൊക്കെ അവർ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുകയല്ലേ. അതേമാതിരി 1-2 പേര് വേറെ വല്ല കടയിലും പോയാൽ അവർ തിരിഞ്ഞു വരും ഒരു 2 മാസം കൊണ്ട്. അപ്പോൾ നമ്മുടെ മാനേജ് അയാൾ എടുക്കണോ ചോദിക്കുക, അയാൾ എടുത്തോ, അയാൾ ഇനി അയാളുടെ അനുഭവം ബാക്കി കൂട്ടുകാരോട് പറയട്ടെ. നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. അവർ ചോദിക്കുമല്ലോ, നീ എന്തിനാ അങ്ങോട്ട് പോയേ, എന്താ നീ അവിടെ നിന്ന് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ശരിക്കുള്ള ആക്ച്വൽസ് പറയുമ്പോൾ ബാക്കിയുള്ളവർ നമ്മുടെ കൂടെ കുറച്ചുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്യും. നമ്മൾ ഈ ബിസിനസ് നടത്താനുള്ള ഫണ്ട് എങ്ങനെയാണ് സമാഹരിച്ചത്? ഇപ്പോൾ വലിയ വലിയ കടകളൊക്കെ തുറക്കാനും എങ്ങനെയാണ് താങ്കളുടെ ഈ ഫണ്ട് മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു? നമ്മളെ ബാങ്കിൽ നിന്നാണോ, എങ്ങനെയാണ് ഈ ഫണ്ട് കൊണ്ടുവന്നത്? അല്ല, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പൊതുവേ ഞാൻ കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അതായത് പ്രോഫിറ്റ് ഡൈവേർഷൻ വരുമ്പോഴാണ് ചിലവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ഫെസിലിറ്റീസൊക്കെ ഉണ്ടെങ്കിലും ഗ്രാജുവലി ആ ഫെസിലിറ്റി കുറച്ച് കൊണ്ടുവരണം, ഇല്ലാതെ ആക്കണം എന്നുള്ളൊരു വിഷനും കൂടി ഇന്നൊരു ആവശ്യം. അത് നമ്മൾ എല്ലാവരും അറിയുന്നൊരു കാര്യമുണ്ടല്ലോ, അവർ ഏത് ബാങ്കായാലും അവരൊരു കുട നമ്മുടെ കയ്യിൽ എടുത്ത് തരും, മഴ വരുമ്പോൾ അവർ മടക്കി മേടിക്കും. അതാണ് ഇന്നത്തെ എല്ലാവരും ഗുഡ് ടൈം ബാങ്കേഴ്സാണ്. നല്ല സമയത്ത് ധാരാളം പേര് വരും. അപ്പോൾ അതൊക്കെ എനിക്ക് അനുഭവം ഇല്ലെങ്കിലും എൻ്റെ മനസ്സിൽ ഇത് അറിയാവുന്നത് കൊണ്ട് അങ്ങനൊരു ആവശ്യത്തിലേക്ക് ചെല്ലാറില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എക്സ്പാൻഷനും എല്ലാം ആവശ്യങ്ങൾ കഴിഞ്ഞ് വല്ലതുണ്ടെങ്കിൽ തന്നെയാണ് ഞാനത് വേറെ ഡൈവേർട്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് നമുക്കങ്ങനെ വലിയൊരു ഫെസിലിറ്റിയുടെ ആവശ്യം വരാറില്ല. താങ്കളുടെ 2 മക്കളും ബിസിനസ്സിലുണ്ട്. ഈ മക്കളെ എങ്ങനെയാണ് ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നത്? അവർക്ക് എങ്ങനെയാണ്, കുട്ടിക്കാലം തുടങ്ങി ബിസിനസ്സിലുണ്ട് താങ്കൾ, അപ്പോൾ ഈ മക്കളെ എങ്ങനെയാണ് ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നത്? അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് ഒക്കെയാണ് കൊടുത്തത്? അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ മോണോപ്പൊളി ചെയ്യുന്നത് മുഴുവൻ മാർവാടി, ഗുജറാത്തി ഇവരൊക്കെയാണ്. അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നീ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഇപ്പോൾ ഇവിടെ വന്നാൽ നിൻ്റെ വിദ്യാഭ്യാസത്തിനോട് കോൺസെൻട്രേഷൻ കുറയും എന്നുള്ള രീതിയിൽ അവരെ മാറ്റി നിർത്തൽ നമ്മുടെ നാട്ടിൽ പരിചയം. നമ്മളത് ചെയ്യാറില്ല. ബിക്കോസ് അവരിതിൽ ഇൻവോൾവ്മെൻറ്റ് എപ്പോഴെല്ലാം സമയം കിട്ടുമോ അപ്പോഴൊക്കെ അവർ വരും. അവർ സ്കൂൾ വെക്കേഷൻ തൊട്ട് വന്നു തുടങ്ങിയത് അവർക്ക്. അപ്പോൾ ഇതിനോടൊരു താല്പര്യം വരികയാണ്. ഈ താല്പര്യം എന്താണോ കുട്ടികൾ ആദ്യകാലങ്ങളിൽ ചെയ്യണം അതിലാണ് വരിക. ഒരു പയ്യൻ ഫുട്ബോൾ കളിയാണ് ചെറുപ്പത്തിൽ വെച്ചാൽ അത് തന്നെയാണ് അയാൾ ആജീവനാന്തം ഉണ്ടാവുക. ക്രിക്കറ്റാണെങ്കിൽ അതാവും ആജീവനാന്തം ഉണ്ടാവും. നാളെ ചീട്ടുകളിയാണ് നേരത്തെ പോയി പെട്ടാൽ അത് തന്നെയായിരിക്കും. ഇനി എന്നും മദ്യപാനികളുടെ കൂടി ഇരിക്കുകയാണെങ്കിൽ ആ സ്വഭാവം തന്നെ വരിക. അപ്പോൾ അവർക്കൊരു ഡൈവേർഷനിൽ ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് അവരിത് പഠിക്കണതും മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറച്ച് ദിവസം കൂടെ വരുമ്പോൾ എന്താണ് ഏതാണെന്ന് മനസ്സിലാവും. അച്ഛൻ എന്താണ് ചെയ്യണത്, എന്തോരം ഇതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ കുറേ കഴിയുമ്പോൾ ഇതിൽ ഇൻവോൾവ്മെൻറ്റ് വരും. പിന്നെ അവരത് ആക്സെപ്റ്റ് ചെയ്യുമല്ലോ. ഇറ്റ്സ് എൻജോയ്മെൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ തന്നെ ഞാനിവിടെ അവരെ എൻകറേജ് ചെയ്യാറുണ്ട്. Luxury, convenience, and a commitment to green living. Vigaland Homes presents Biophilic Urban Homes. ഒരു കുടുംബ ബിസിനസ് ഒരു പരമ്പരാഗതമായ ഒരു വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബ ബിസിനസ്സിൻ്റെ കണ്ണിയാണ്. ഇപ്പോഴും ഒരു കുടുംബ ബിസിനസ്സാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുടുംബ ബിസിനസ് സാരഥികളോട് സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത് എന്താണ്? എന്ത് മാർഗനിർദ്ദേശമാണ് അവരോട് പറയാനുള്ളത്? എന്താണ്? കുടുംബ ബിസിനസ്സിൽ സ്വാഭാവികമായിട്ട് കുടുംബം വളരുമ്പോൾ അത് പ്രകാരം അവർക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. അപ്പോഴാണ് ഓരോരുത്തരുടെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാണ്ട് ഇപ്പോൾ ഒരു വലിയ കുടുംബവും അവരുടെ നെക്സ്റ്റ് ജനറേഷൻ പിന്നത്തെ നെക്സ്റ്റ് ജനറേഷനും കൂടിയിട്ട് ഒരു ബിസിനസ്സിൽ കടന്ന് തിരിയുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ ഒരു ക്രിയേഷൻ അവിടെ കാണിക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഇതിൻ്റെ മാറ്റം. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇപ്പോൾ 2 മക്കളാണെങ്കിലും അവർ 2 രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടമാനം പ്രോഡക്റ്റുള്ള കാരണം കുറേ പ്രോഡക്റ്റ് ഒരാൾ മെയിൻറ്റെയിൻ ചെയ്യും, മറ്റേ പ്രോഡക്റ്റുകൾ വേറെ ആൾ ചെയ്യും.
അക്കൗണ്ട്സ് വേറെ ആൾ നോക്കും, അഡ്വർടൈസ്മെൻറ്റ് വേറെ ആൾ നോക്കും. അങ്ങനെ ഒരു വ്യത്യാസം വരേണ്ടത് നിർബന്ധമാണ്. ഇത് റെസ്പോൺസിബിലിറ്റി അതാത് പ്രായത്തിൽ കൊടുക്കുമ്പോഴാണ് അവർ ലൈവാകും. അല്ല എന്നും അച്ഛൻ്റെയോ മറ്റുള്ളൊരു തണലിൽ നിന്നാൽ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വരില്ല. സാധാരണ നീന്താൻ പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ തന്നെ ചാടണ്ടേ, അപ്പോൾ കോൾഡ് വരും അല്ലെങ്കിൽ മുങ്ങി പോവും എന്ന് വിചാരിച്ചിട്ട് ഈ കാലും കൈയിട്ട് അടിക്കാൻ ബെഡിൽ അടിച്ചാൽ മതിയോ? എത്ര കൈയും കാലും ബെഡിലിട്ട് അടിച്ചാലും വെള്ളത്തിൽ താന്നു പോവും. വെള്ളത്തിൽ തന്നെ പഠിക്കണം. അതിനുള്ളൊരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് പാരൻസിൻ്റെ ഒരു ആവശ്യം. പിന്നെ വളരെ വലിയ ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ സക്സസ് ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ഓരോ സ്ഥാപനങ്ങളുള്ള കാലത്ത് തന്നെ എനിക്കൊക്കെ 28-30 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങൾ 5 പേരും സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് 5 പേർക്കും 5 രീതിയിൽ വളരാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. അതിൽ ABC ഒക്കെ വരും, അത് നോക്കണ്ട, പക്ഷേ എല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഞങ്ങളെല്ലാവരും നല്ലൊരു റിലേഷൻഷിപ്പും ഉണ്ട്. ഞങ്ങൾ 5 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സാണ്. വളരെ നല്ല ബന്ധമാണ്. ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടും. ഇപ്പോൾ തന്നെ ചേട്ടൻ്റെ അയോധ്യയിലത്തെ 250ാമത്തെ ഷോറൂമാണ് 9-ാം തീയതി. അതിന് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചാർട്ടർ ഫ്ലൈറ്റിൽ അങ്ങോട്ട് പോകണം. അപ്പോൾ 2 കാര്യമുണ്ട്. ഇനോഗ്രേഷൻ 250 അല്ലേ, അതിൽ പങ്കെടുക്കുന്ന ഒരു സന്തോഷമുള്ള കാര്യം അതിനേക്കാട്ടിൽ അയോധ്യ ക്ഷേത്രത്തിൽ ദർശനം കൂടി ആവുകയാണ്. അതിൽ കിട്ടുന്നൊരു സന്തോഷം വേറെ കിട്ടില്ലല്ലോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണില്ല, സംസാരിക്കില്ല, വഴക്കായ ബുദ്ധിമുട്ടായില്ലേ. ഈ രാമൻ ആ ഒരു കുടുംബ പരദേവത പോലെയാണല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥന അതിനകത്തൊക്കെ ഒരുപാട് ഇതുണ്ടല്ലേ, അമ്പലം, നമ്മുടെ പൂക്കുന്നത്ത് അമ്പലം, ഒരുപാട് വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടല്ലേ എന്നും നിങ്ങൾ ഇറങ്ങുമ്പോൾ. പിന്നെ അല്ല, അതൊരു ഞങ്ങൾ ഇന്ന് വിചാരിക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിജയവും ശക്തി ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിൽ കഴിവുള്ളവർ എന്നെക്കാട്ടിലും എത്രയോ കഴിവുള്ളവർ ലോകത്തില്ലേ. കഴിവും ഉയർച്ചയും രണ്ടാണ് വാസ്തവത്തിൽ. യുവ സംരംഭകരോട് ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് സംരംഭകർ പണ്ടത്തെക്കാളും കൂടുതൽ ചെറുപ്പക്കാർ ബിസിനസ്സിലോട്ട്, യുവസമൂഹം ബിസിനസ്സിലോട്ട് വരുന്നുണ്ട്. അവരോട് പറയാനുള്ള കാര്യം എന്താണ്? യുവ സംരംഭകരെ പറ്റി പറയുകയാണെങ്കിൽ ഫാമിലി ബിസിനസ് ഉള്ളവർക്ക് ആ പ്രശ്നമില്ല, തുടർച്ചയായിട്ട് അവർക്ക് വരാൻ സാധിക്കും. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം യുവ സംരംഭകർക്ക് പഠിപ്പുണ്ട്, ഒരു ജനറൽ നോളേജ് 0 ആണ് അവർക്ക്. അവിടെയാണ് ഈ പരാജയം വരണത്. ഇതിപ്പോൾ ഇന്നൊരു വീഡിയോ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. മഹാത്മാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്താണ് റിലേഷൻ ചോദിക്കുമ്പോൾ ഗാന്ധിജിയുടെ പേരക്കുട്ടിയാണെന്നാണ് പറയണത്. കുറേ അധികം പേര് പറഞ്ഞത് ഞാൻ കേട്ടു. അതിൽ ഒക്കെ പഠിക്കണ കുട്ടികളാണ് പറഞ്ഞത്. എന്താണ് റിപ്പബ്ലിക് ഡേ ചോദിച്ചപ്പോൾ ഡൽഹിയിൽ റൂട്ട് മാർച്ച് നടക്കില്ലേ, അതല്ലേ അന്ന് മുടക്കല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതാണ് ഇവരുടെ നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മയാണെന്ന്. ഇവർക്കൊരു ഫ്രീ ടൈം കൊടുക്കണം, ജനറൽ നോളജ് വേണം, കുറച്ച് ഇതിനെപ്പറ്റി അറിയുന്നവർ ഒരു സ്കൂളിലൊരു ടോക്ക് വയ്ക്കണതൊന്നുമില്ല. അതേമാതിരി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നല്ല മാർക്കൊക്കെ ഉണ്ടാവും. ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കണതിനേക്കാട്ട് 10 ചോദ്യം ഇങ്ങടെ ചോദിക്കണവർ ക്യാമ്പസിൻ്റെ എവിടെ ഞാൻ നോക്കിയപ്പോൾ. എന്താ കാരണം വെച്ചാൽ ആദ്യം ഞാൻ ചോദിച്ചില്ലേ, ആദ്യം തന്നെ എന്താ എൻ്റെ ഡെസിഗ്നേഷൻ, എന്താ എൻ്റെ സാലറി, കൊല്ലത്തിൽ എത്ര ദിവസം ലീവ് ഉണ്ടാവും, ട്രാവൽ അലവൻസ് ഉണ്ടോ. അപ്പോൾ ഇവർ ഈ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കേണ്ട ചോദ്യങ്ങളാണോ അത്? ഒരു ഇൻ്റർവ്യൂ അതെ വെറുതെ കയറി വന്ന് എന്തെങ്കിലും ചോദിക്കാമെന്ന് മാത്രം, എന്നിട്ട് തൊഴിലില്ല പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്കൊരു ഇൻ്റർവ്യൂവിനെ അവരെ വിളിച്ചാൽ ഇവർ ഏത് പ്രസ്ഥാനത്തിലേക്കാണ് പോണേ ഒന്ന് പഠിക്കണം. എന്നിട്ട് അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അവർ കണക്കാക്കാവും. അങ്ങനെ പിന്നെ അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ലേസിയായി പിന്നെ ജീവിതം മുഴുവൻ ഗവൺമെൻറ് പെൻഷനായി എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഈ പെൻഷനാണ് കുറേ പേര് ഉപദ്രവിക്കുന്നത്. എല്ലാവരും ഗവൺമെൻറ് ജോലി ആവശ്യം വെച്ചാൽ പെൻഷൻ കിട്ടും. പെൻഷൻ്റെ ഒരു 10 കൊല്ലം വർക്ക് ചെയ്ത 10 ജന്മത്തിൻ്റെ പെൻഷൻ സമ്പാദിക്കാം. ഈ വലിയ വലിയ വിദ്യാഭ്യാസമുള്ളൊരു പെൻഷൻ ആഗ്രഹിച്ചുകൊണ്ട് ഡോക്ടർമാരായാലും എഞ്ചിനീയേഴ്സായാലും അധ്യാപകന്മാരായാലും അതിലവരുടെ ജീവിതം മുഴുവൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഒരു വിഷൻ ഉണ്ടാവണം ചെറുപ്പത്തിൽ തന്നെ. എനിക്ക് തൽക്കാലം ജോലി ചെയ്യണു, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഇന്നതാവാനാണ്, ടെക്സ്റ്റൈൽ ഗാർമെൻറ്റ് ഫാക്ടറി തുടങ്ങാനാണ്, റീറ്റെയിൽ തുടങ്ങാനാണ്, അല്ലെങ്കിൽ ഗോൾഡ് തുടങ്ങാനാണ്, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാനാണ് എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സക്സസ്ഫുള്ളായിട്ടുള്ള സ്ഥലത്ത് ജോലിക്ക് പോകണം. അവിടെ വരുമാനമല്ല നോക്കേണ്ടത്. അവിടെ പോകുമ്പോൾ
ഗ്രാസ് റൂട്ടിലോട്ട് നമുക്കത് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അപ്പോൾ ലാർജ് സ്കെയിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ട് എനിക്ക് എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അയാളത് മനസ്സിലാക്കും. അപ്പോൾ അയാൾ ആലോചിക്കും ഇതിന് എത്ര സ്ഥലം വേണം, ഇതിന് ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ നമുക്ക് കിട്ടാൻ സാധിക്കും. ഇതൊക്കെ ആലോചിക്കണമെങ്കിൽ ഈ വിഷൻ വേണ്ടേ. നേരെ മറിച്ച് ജോലിക്ക് പോയി ഒരു മൊബൈൽ വാങ്ങി പിന്നെ വേറൊന്ന് കണ്ടാൽ അത് വേറൊന്ന് മേടിച്ചു. ഈ രീതിയിലാവുമ്പോൾ ചെറുപ്പക്കാരുടെ കാര്യം ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ പാടില്ല. ഒരു വർക്ക് ഇൻവോൾവ്മെൻറ്റ് വേണം. ഡ്രസ് കോഡൊക്കെ ഒന്നും വേണ്ടേ. ചിലവരൊക്കെ അവരൊക്കെ ഒരു ജാതി വേഷമിട്ടിട്ട് ഇൻ്റർവ്യൂവിന് വരിക, തലമുടിയൊക്കെ വളർത്തി ഹിപ്പിയായി ഒരു ഇപ്പോൾ മുട്ടും കിട്ടൊക്കെ കീറിയ ജീൻസ് ഞങ്ങൾ വിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഒരു ഇൻ്റർവ്യൂവിന് വരുമ്പോൾ അതിനൊരു ചെറിയ ഇതൊക്കെ വേണ്ടേ. അത് പാരൻസ് പഠിപ്പിച്ചു കൊടുക്കണം, അവർ പഠിപ്പിച്ചു കൊടുക്കണില്ല. പിന്നെ ഒരു ന്യൂക്ലിയർ ഫാമിലിയായി ഉള്ള വീട്ടിലും ഇല്ലാത്തവനും വീട്ടിലും ഇവരെ ഓവറായിട്ട് ലാളിച്ച കാരണം ഇവർക്കൊരു ട്രെയിനിങ് ഇല്ല. ഇവരവിടെ പറ്റിയില്ല പറഞ്ഞാൽ നീ പോണ്ടാന്ന് പറയണം അവരോട്. എന്തുകൊണ്ടാണ് നിനക്ക് പറ്റാത്തതെന്ന് ചോദിക്കാൻ ആരുമില്ല. ഇതൊക്കെയാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചും അവരുടെ മനസ്സിലെ ആഗ്രഹം വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ 10 പേർക്കെങ്കിലും തൊഴിൽ കൊടുക്കും, അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷൻ എന്ന് ആലോചിച്ചാൽ എല്ലാവർക്കും സക്സസ്ഫുൾ ബിസിനസ് പീപ്പിൾ ആവാൻ സാധിക്കും.